നമസ്കാരം. താരന് ഫലപ്രദമായി വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളുമാണ് ഇന്ന് പറയുന്നത്. ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി VS, ചീഫ് മെഡിക്കൽ ഓഫീസർ, ശ്രീഹരി ആയുർവേദ ക്ലിനിക് ആൻഡ് പഞ്ചകർമ്മ സെന്റർ, പള്ളിമുക്ക്, ഓടനാവട്ടം. തലയിലുണ്ടാകുന്ന എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ, ഡ്രൈ സ്കിന്ന്, ഫംഗൽ ഇൻഫെക്ഷൻസ്, നമുക്കുണ്ടാകുന്ന സ്ട്രെസ്, തെറ്റായ ഭക്ഷണക്രമം, പരിസര മലിനീകരണം ഇവയൊക്കെയാണ് താരനുണ്ടാകുവാനുള്ള ചില കാരണങ്ങൾ. ഇത് പരിഹരിക്കാനായി വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഭക്ഷണ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. വൈറ്റമിൻ B, വൈറ്റമിൻ D, സെലിനിയം, സിങ്ക്, സൾഫർ, ലെസിത്തിൻ മുതലായവ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഉദാഹരണത്തിന് അവക്കാഡോ, സോയാബീൻ, ലെറ്റ്യൂസ്, ചീര, ഫ്ലാക്സ് സീഡ്സ്, വെള്ളരി, പ്ലംസ് മുതലായവ ഉൾപ്പെടുത്തുക. സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, പഞ്ചസാര, കൊഴുപ്പ് കൂടുതലുള്ള വറുത്ത ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കുക. മുടി ദിവസവും നന്നായി ചീപ്പുന്നത് തലയോട്ടിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും താരനുണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് ഷാംപൂ ചെയ്ത് അധികമായുള്ള എണ്ണയും ഡെഡ് സെൽസും ഒഴിവാക്കേണ്ടതാണ്. മൈൽഡായിട്ടുള്ള ഹെർബൽ ഷാംപൂസ് മാത്രം ഉപയോഗിക്കുക. അമിതമായുള്ള ഹെയർ ട്രീറ്റ്മെന്റ്സ് ഒഴിവാക്കുക. അതുപോലെ സ്ട്രെസ് കുറയ്ക്കുക. വേപ്പില വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് അരച്ചു പേസ്റ്റ് ആക്കി കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം കഴുകിക്കളയുക. ഇത് താരന് ഫലപ്രദമായ ഒരു റെമഡിയാണ്. അതുപോലെ തന്നെ കറ്റാർവാഴയുടെ ജെല്ലും തലയോട്ടിയിൽ കുളിക്കുന്നതിന് അരമണിക്കൂറിന് മുന്നേ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ത്രിഫല തൈരിൽ മിക്സ് ചെയ്ത് ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ത്രിഫല കഷായത്തിൽ മുടി കഴുകുന്നതും ഫലപ്രദമാണ്. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.